ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ ലാലിച്ച നീ എന്നാ ഭാവിച്ചോണ്ടാണെന്നും ചോദിച്ചുകൊണ്ട് അപ്പച്ചൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ദേ നമ്മുടെ അലിയനെ എൻ്റെ കൂടെ ഇങ്ങ് പറഞ്ഞു വിട്ടേക്ക്, ഇവിടെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെയാണ് അപ്പച്ചൻ പറയണത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വിടാൻ വേണ്ടിയിട്ടല്ല താൻ കൊണ്ടുവന്നതെന്ന് അപ്പച്ചനോട് പറയണു മകൻ. അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടേ കളയാനല്ല, അവളെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവളെ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിന്നോടിത് പറഞ്ഞത്. അല്ലാതെ നീ വേറെ ഒന്നും ചിന്തിക്കണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പച്ചൻ മോനോട് പറയുന്നു. അപ്പോൾ ദേ അവള് നിൻ്റെ കൊച്ചു തന്നെയാണെന്ന് എന്താ ഉറപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞതല്ല, തെളിവുകളെല്ലാം അപ്പച്ചന് ഞാൻ കാണിച്ചു തന്നതല്ലേ എന്ന് ലാലിച്ചൻ ചോദിച്ചു. എടാ എല്ലാം ശരിയാണ്, പക്ഷെ നമ്മൾ കരുതുന്നത് പോലെ എല്ലാ കാര്യങ്ങളെങ്കിലോ അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയ കിടക്കുകയല്ല ലാലിച്ച, ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അദ്ദേഹം ഈ നമ്മുടെ സ്റ്റാലിയെ വഴക്ക് പറയുന്നു. അപ്പോൾ എന്തൊരു കാര്യവും അത് എത്രത്തോളം സത്യസന്ധമാണെന്ന് നോക്കിയിട്ടല്ലേ ഞാനത് ചെയ്യുള്ളൂ. അത് മറ്റാരേക്കാളും നന്നായിട്ട് അപ്പച്ചൻ അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം അറിയാം, പക്ഷേ ഈ ഒരു കാര്യത്തിൽ നീ ഒരു അച്ഛൻ്റെ സ്വഭാവം കാണിച്ചു അതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോൾ അപ്പച്ചൻ എന്തായാലും മുൻവിധികളൊന്നും കാണണ്ട, ഞാൻ അലീനയെ കാണിച്ചു തരാം, അലീനയെ കണ്ടതിന് ശേഷം അപ്പച്ചൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്നാ തീരുമാനം എടുക്കാനാ, എനിക്ക് ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, അവളെ ഇവിടെ നിന്ന് എൻ്റെ കൂടെ പറഞ്ഞു വിടണം, അല്ലാതെ ഇവിടെ നിർത്താൻ പറ്റില്ല. അവളിവിടെ നിൽക്കുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ ഭവിഷ്യത്തുകളാണെന്ന് നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പച്ചൻ ആദ്യം ഒന്ന് പൊടിക്ക് അടങ്ങ്, എന്തായാലും അലീനയെ ഒന്ന് കാണ്, അലീനയെ കണ്ടതിന് ശേഷം പോരേന്ന് ചോദിച്ചു തീരുമാനങ്ങളൊക്കെ. ശരി, ഇനിയിപ്പോൾ നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടില്ലെന്ന് വേണ്ട, അവളെ കണ്ടതിന് ശേഷം ഞാൻ തീരുമാനിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അങ്ങ് കേട്ടോളണം, പിന്നെ അതിനകത്തൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇല്ല, അപ്പച്ചൻ പറയുന്ന പോലെ തന്നെ ഞാൻ കേട്ടോളാമെന്ന് ലാലിച്ചൻ എന്ന് സ്റ്റാൻലി പറയാം. ശരി എന്നാ ബാ എന്നും പറഞ്ഞ് അപ്പച്ചനെയും കൂട്ടിക്കൊണ്ട് നേരെ അലീനയുടെ മുറിയിലേക്ക് ചെല്ലുക. അവൾക്ക് ഇത്രയും വലിയ ബട്ട് റൂമൊക്കെയാണോ നീ കൊടുത്തേക്കണേന്നൊക്കെ ചോദിച്ചു. അതൊരു മനുഷ്യക്കുഞ്ഞല്ലേ എന്ന് ചോദിക്കുക നേരെ സ്റ്റാൻലി. അനാഥാലയത്തിൽ ആരോരും ഇല്ലാതെ അനാഥയായി ജീവിച്ചവളാ, അവൾക്ക് ഇപ്പോഴെങ്കിലും ഒരു മര്യാദ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. നീ അവളെ വിളിക്കാൻ പറഞ്ഞു. ഡോറിൽ മുട്ടി അലീന അലീന എന്ന് പറഞ്ഞ് വിളിച്ചു. അവളിപ്പോൾ വരും, അവൾ വരുമ്പോൾ അപ്പച്ചൻ ശരിക്കും നോക്കിക്കൊള്ളണം, എന്നിട്ട് വേണം തീരുമാനം എടുക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. തീരുമാനമൊക്കെ ഞാൻ നേരത്തെ തന്നെ എടുത്തതാ, പിന്നെ നിൻ്റെ നിർബന്ധപ്രകാരം അവളെ കാണണം, കണ്ടേച്ചങ്ങ് പോകാം, അല്ലെങ്കിൽ കണ്ടേച്ച് തീരുമാനം എടുക്കാം എന്നുള്ളത്. അങ്ങനെ അതും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അലീന ഡോറ് തുറന്നു. അപ്പോൾ ദേ ആ വരുന്നതാണ് അപ്പച്ചൻ്റെ ശത്രു, അല്ലെങ്കിൽ അപ്പച്ചൻ ഇവിടെ നിന്ന് തുരത്താനായിട്ട് നോക്കി നിൽക്കുന്ന അലീന എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. അതുവരെ അപ്പച്ചൻ കൊതി കുത്തി നിൽക്കുക, അലീനയുടെ മുഖത്ത് നോക്കാൻ പോലും വലിയ താല്പര്യമൊന്നും കാണിക്കാതെ. അപ്പോൾ സ്റ്റാലിൻ നോക്കപ്പച്ച എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അപ്പച്ചൻ നോക്കുമ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഇറങ്ങി വരുന്നു. ആ ഇറങ്ങി വരുന്ന അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചന് പിന്നെ പരിസരമൊക്കെ മറന്നുപോയി. അപ്പച്ചൻ വേറെ ഏതൊരു ലോകത്തേക്കായിപ്പോയി. കാരണം അലീനയെ തന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക, അലീന ഇറങ്ങി വരുന്നു. അപ്പോൾ അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ നിപ്പും മട്ടും മാതിരിയൊക്കെ കണ്ടപ്പോൾ സ്റ്റാൻലിക്ക് മനസ്സിലായി ഇത് അപ്പച്ചൻ്റെ കിളി പോയെന്ന് അലീനയെ കണ്ടപ്പോൾ. അപ്പോൾ ഈ അലീനയെ കണ്ടപ്പോൾ കുറേ നേരത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന അപ്പച്ചനുണ്ട്. അപ്പച്ച എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി വിളിച്ചു. ചിന്നമ്മയുടെ തനി പകർപ്പാ അവൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞില്ലേ അപ്പച്ച, അങ്ങനെ ഇങ്ങനെയൊന്നും അപ്പച്ചൻ അവളെ ഉപേക്ഷിക്കാൻ പറ്റിയാലെന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് സ്റ്റാൻലി പറയാം. ലാലിച്ചാന്നും പറഞ്ഞിരുന്നിട്ട് സ്റ്റാൻലി ഒരു നോട്ടം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കല്ല. അലീനയോട് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, അലീന ഇതാണ് കേട്ടോ എൻ്റെ അപ്പച്ചൻ, നിൻ്റെ വല്യപ്പച്ചൻ, ഇന്ന ആളാന്നും പറഞ്ഞ് പേരും പരിചയപ്പെടുത്തി കൊടുത്തു. എനിക്കറിയാം, നിനക്ക് എങ്ങനെ എന്നെ അറിയാം, എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ വന്നതല്ലേ വല്യപ്പച്ചൻ. ആര് പറഞ്ഞു, ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞേ, അങ്ങനൊരു സംഭവം പോലും ഇല്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം അപ്പച്ചൻ, ഇനി കള്ളത്തരമൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോളെ അത് എൻ്റെ ചിന്നമ്മയുടെ തനി പകർപ്പാ നീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. പപ്പ ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് അലീന അന്നേരം പറയാണ്. എന്തായാലും ഇനി അപ്പച്ചൻ്റെ തീരുമാനം എന്താണ് എന്ന് ചോദിച്ചു. എന്തോന്ന് തീരുമാനം, നമ്മുടെ കൊച്ചല്ലാടാവേന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ അപ്പച്ചനും അതായത് വല്യപ്പച്ചനും കൊച്ചുമോളും കൂടി സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അലീന ഞാൻ വല്യപ്പച്ചനൊരു ചായ ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചു. ചായ ഇട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ ദേ
നമ്മുടെ വല്യപ്പച്ചൻ വന്ന് അലീനെ തൂക്കിയെടുത്ത് വെളിയിൽ തള്ളുന്നത് നോക്കി 3 പേര് അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവരെ ഞെട്ടിച്ചുകൊണ്ട് ഇവർ 2 പേരും കൂടെ അടുക്കളയിലേക്ക് പോവുക. അതും വല്യപ്പച്ചൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് അലീനെ കൊണ്ടുപോകണം. ഇതൊക്കെ കണ്ടപ്പോൾ സ്റ്റാൻലിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അതുവരെ ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്ന ഒരു ഇമോഷണൽ രീതിയിലൊന്നും ഫേസ് കൊണ്ടുവരാത്തൊരു വ്യക്തിയായിരുന്നു സ്റ്റാൻലി. എപ്പോഴും ഒരേ ടൂൺ. പക്ഷേ ആ സ്റ്റാൻലിയുടെ കണ്ണുകൾ നിറയുന്നു. ഇന്ന് മുഖത്തൊരു വാത്സല്യം, ചിരി, ഇതൊക്കെ നിറഞ്ഞിങ്ങനെ വന്ന് നിൽക്കുക. അലീനയും കൊണ്ട് അലീന വല്യപ്പച്ചനെയും കൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അതേ കയറി ചെല്ലുമ്പോൾ, അല്ല എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കുഞ്ഞെ, ഞാനുണ്ടാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവിടുത്തെ ചേട്ടൻ പറയുമ്പോഴേക്കും, ഇന്ന് വല്യപ്പച്ചന് ഞാനാ ചായ ഇട്ട് കൊടുക്കുന്നത്, ഇന്ന് നിങ്ങൾ കുറച്ച് നേരം അങ്ങ് മാറി നിന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന അടുക്കളയിലേക്ക് കയറി. അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ നോക്കുക. അവളുടെ ഒരു ആഗ്രഹമല്ലേടാ, ചെയ്യട്ടെ എന്ന് അപ്പച്ചൻ ഇവരോട് പറയുന്നു. അങ്ങനെ അവർ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ബൈജു പുറത്ത് ഇപ്പം ഇറങ്ങി വരുന്നത് നോക്കി നിൽക്കുന്നു. മറ്റവർ 2 പേരും അടുക്കളയിലുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുന്നു. കൈയും കെട്ടി, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുക. സമയത്ത് അലീന അടുക്കളയിൽ കയറി ഒരു ചായയോ കാപ്പിയോ എന്തോ നല്ല ഭംഗിയായിട്ട് ഇട്ടു. എന്നിട്ട് അത് വല്യപ്പച്ചന് കൊടുത്തു. കുടിച്ച് നോക്കുക വല്യപ്പച്ച, എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേന്നും പറഞ്ഞു. വല്യപ്പച്ചൻ എന്നിട്ട് അത് മേടിച്ച് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞപ്പോൾ അസാധ്യം, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും നല്ലൊരു ചായ ഞാൻ ഈ അടുത്തെങ്ങും കുടിച്ചിട്ടില്ല എന്നും പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ കാര്യസ്ഥൻ ചേട്ടനും അടുക്കളക്കാരൻ ചേട്ടനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടം. എൻ്റെ പണി പോയി എന്നും പറഞ്ഞ അടുക്കളയിലെ ചേട്ടൻ അവിടെ നിൽക്കുക. അപ്പോൾ നമുക്കിത് ഹോളിൽ പോയിരുന്നു കുടിക്കാമെന്ന് ഇങ്ങനെ അലീന പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും കൂടി എന്നിട്ട് ഹോളിലോട്ട് പോവാം കുടിക്കാനായിട്ട്. അങ്ങനെ അപ്പോഴും നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. സ്റ്റാൻലി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് വല്യപ്പച്ചൻ ഈ ചായ ആയിട്ട് അലീനയുടെ കൂടെ ചെല്ലുക. എൻ്റെ ലാലിച്ച, നീ ചായ ഒന്ന് കുടിച്ചു നോക്കണം, എത്ര സൂപ്പറാണെന്നറിയോ. എൻ്റെ ചിന്നമ്മയുടെ രൂപം മാത്രമല്ല, എൻ്റെ ചിന്നമ്മയുടെ കൈപുണ്യവും കിട്ടിയിരിക്കുന്നതേ ഇവൾക്കാ എന്നും പറഞ്ഞിങ്ങനെ പറയണം. അപ്പോൾ ഇവിടെ നമ്മുടെ അലീന വല്യപ്പച്ചനെ കയ്യിലെടുത്തു. അപ്പോൾ അടുക്കളയിൽ നിന്ന് അവർ പറയാം, ആ പെങ്കൊച്ച് ചില്ലറക്കാരിയൊന്നും അല്ല, തുരത്താൻ വന്നവരെയൊക്കെ അവൾ കൈവെള്ളയിലാക്കിക്കൊണ്ടിരിക്കുക, മിക്കവാറും ഇവിടുന്ന് നമ്മൾ പുറത്താകുന്ന ലക്ഷണം ആ കാണുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ബാലൻ്റെ വീട്ടിൽ ആ പിള്ളേരെ നിലം തൊടാൻ സമ്മതിക്കുന്നില്ല വൈജ. അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം. അപ്പോൾ ദേ ചുമ്മാ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ പിള്ളേരുടെ വായിലിരിക്കുന്നത് കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ ബാലൻ പോയിട്ട് നേരത്തെ വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു ചേച്ചി. പക്ഷെ ബാലൻ താമസിച്ചാണ് വരുന്നത്. ബാലൻ ആ നേരമായിട്ടും വരാത്തത് കൊണ്ട് ഭയങ്കര ഇരിക്കപ്പുറത്തിൽ കേട്. എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ എന്താടി നേരത്തെ വരാത്ത, അവളിവിടെ ഇല്ലാത്തത് കൊണ്ടാണോ? അവളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് സൂര്യൻ താഴാൻ നോക്കി ഇരിക്കുമായിരുന്നല്ലോ വീട്ടിലോട്ട് കയറാൻ, ഇപ്പം എന്താടി വരാത്തേന്ന് ചോദിച്ചു. അമ്മയ്ക്ക് കിട്ടിയതൊന്നും പോരെയെന്ന് കൃഷ്ണ ചോദിക്കുക. അച്ഛൻ വരാൻ താമസിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും അതിൻ്റെതായ കാരണം കാണും. അച്ഛൻ അവിടെ എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ കാണും. അതൊക്കെ കഴിഞ്ഞ് കടയൊക്കെ അടച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അച്ഛൻ വരുന്നത്. അതിന് അമ്മ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെച്ച് തൂങ്ങണേന്ന് ചോദിച്ചു. ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മേ, അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ വീട്ടിൽ ഏറ്റവും മന്ദബുദ്ധിയും പൊട്ടിയും അമ്മയാണെന്ന് എന്നിട്ട് പിള്ളേർ പറഞ്ഞു. അങ്ങനെ വൈജയെ ശരിക്കും എടുത്ത് ഉടുത്തോണ്ടിരിക്കുക. പിള്ളേരെ കിട്ടിയതൊന്നും പോരാതെ വയറ് നിറയാതെ ഇങ്ങനെ ഇരിക്കുക വൈജ. പിള്ളേരെന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു കയ്യിൽ മേടിക്കും കേട്ടോ, ഉണ്ടായിരുന്നു കേട്ടോ, നീ ആരോടി, നീ ഏതാടി, അങ്ങനെയാടി ഇങ്ങനെയാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരോട് ഒച്ച വയ്ക്കുക എന്നുള്ളതല്ലാതെ പിള്ളേരുടെ അടുത്ത് ജയിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ കൃഷ്ണ പറഞ്ഞു, വന്നേ അമ്മയ്ക്കിപ്പം ഞങ്ങളുടെ മുന്നിൽ പോലും ജയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല കേട്ടോ, അമ്മ ശരിക്കും തോറ്റോണ്ടിരിക്കുക, അതുകൊണ്ട് മിണ്ടാതെ അടങ്ങി എവിടെയെങ്കിലും ഇരുന്നാൽ അമ്മയ്ക്ക് കുഴപ്പമില്ലാണ്ട് പോകാം എന്നും പറഞ്ഞ് കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു. അതിനും വൈജിക്ക് പ്രശ്നം. വൈജി എന്നിട്ട് ഓരോന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുക, പറയാനുള്ള പറഞ്ഞിട്ട് കൃഷ്ണ അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീനയിലേക്ക് വന്നു കാര്യങ്ങൾ. അലീന ഇങ്ങനെ വല്യപ്പച്ചനെ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നു. ഇത് ശേഷം ബൈജു ഇവർ വരുന്നത് നോക്കി നിൽക്കുക, പുറത്ത് നിൽക്കുക. അപ്പോൾ ആ ഒരു സമയം നോക്കി അപ്പോൾ ഇവർ പൗലോസേട്ടനും അതുപോലെ അവർ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. അപ്പോൾ ആ പെണ്ണിൻ്റെ കാര്യം എന്നായി, പോവാറായോ, എന്നായി സാറ്, എന്നാ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പം നമ്മൾ കാത്തിരുന്നതൊക്കെ വെറുതെ. ആ പെണ്ണ് വല്യപ്പച്ചാന്നും വിളിച്ച് ആ മനുഷ്യനെയും കുപ്പിയിലാക്കിയിട്ടുണ്ട്. അവൾ ചില്ലറക്കാരിയൊന്നും അല്ല, നമ്മൾ പറഞ്ഞതുപോലെ അവൾ സകല അടവും പഠിച്ചിട്ട് വന്നവളാ. വല്യപ്പച്ചാന്നാണ് വിളിക്കുന്നത്, അവൾ മോളേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ നമ്മൾ പറഞ്ഞതുപോലെ അല്ല, വേറെന്തോ ഒരു രക്തബന്ധത്തിൻ്റെ കഥയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നു. എന്തായാലും ആ പെണ്ണ് ഇവിടുന്ന് പോകുകയല്ലെന്നുള്ള കാര്യം ഉറപ്പായല്ലേ എന്ന് ചോദിച്ചു ബൈജു. അപ്പോൾ ഇവിടം കൊണ്ട് ഈ കാര്യം നിൽക്കുമെന്ന് തോന്നണില്ല, ഇനി ഇതിന് മേലെ പിടിക്കണം. അതായത് സ്റ്റാൻലിയുടെ അനിയന്മാരോട് കാര്യം പറഞ്ഞാലേ കാര്യത്തിന് തീരുമാനം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം അതുകൊണ്ട് ഇനി അവരോട് വിവരം പറയാം എന്നും പറഞ്ഞിങ്ങനെ പറയുന്നേ.
അങ്ങനെ ഇവർ ആ കാര്യം അവിടെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് വല്യപ്പച്ചനും കൊച്ചുമോളും സ്റ്റാൻലിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. ആ സമയത്ത് വല്യപ്പച്ചൻ പോകുന്നതിനെ പറ്റി, ഇന്നിപ്പോൾ വല്യപ്പച്ചൻ പോവണ്ട, വല്യപ്പച്ചൻ ഇവിടെ നിൽക്കാനൊക്കെ എന്നിട്ട് അലീന പറഞ്ഞു. എന്തായാലും വല്യപ്പച്ചൻ വന്നതല്ലേ, വന്നിട്ട് ഓടിപ്പോയാൽ എങ്ങനെയാ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഒരുമിച്ച് നടന്ന് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ വല്യപ്പച്ചനെ കൈവെള്ളയിലാക്കി. വല്യപ്പച്ചൻ എൻ്റെ കൊച്ചു പറഞ്ഞതല്ലേ, ഞാൻ പോണില്ല എന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ദേ പപ്പ എന്നോട് പപ്പയുടെ എസ്റ്റേറ്റൊക്കെ കൊണ്ട് നടന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വല്യപ്പച്ചനും വാ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വല്യപ്പച്ചനെയും കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ അലീന തയ്യാറാവുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ അലീന അവിടുത്തെ മുത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വല്യപ്പച്ചൻ്റെ സമ്മതവും സ്നേഹവും ഒക്കെ കിട്ടിക്കഴിഞ്ഞു അലീനയ്ക്ക്. അത് സ്റ്റാൻലിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി അറിയുന്നവർ അലീന ഈ പറയുന്ന സ്റ്റാൻലിയുടെ മകളാണെന്ന് അറിയുന്നവരെല്ലാം വാളെടുക്കുമെന്ന് വല്യപ്പച്ചനും അറിയാം. അത് വല്യപ്പച്ചൻ എന്നിട്ട് സ്റ്റാൻലിയോട് പറയുകയും ചെയ്തു. ഇനി എന്നാ ചെയ്യും, അവരെല്ലാം ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഇത് വലിയ ഭൂകമ്പമാകുമെന്നുള്ള കാര്യം അപ്പച്ചനും മോനും കൂടെ പറയാം. അപ്പം സ്റ്റാൻലി പറയണത്, എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കൂടെ എൻ്റെ അപ്പച്ചനുണ്ടായാൽ മതിയെന്ന്. ഞാനുണ്ടടാ മോനെ, എൻ്റെ ചിന്നമ്മയുടെ തനി പകർപ്പായിട്ടുള്ള നമ്മുടെ കൊച്ചിനെ ഒരു പോറൽ പോലും പറ്റാതിരിക്കാൻ ഞാനുണ്ട് കൂട്ടത്തിൽ എന്നും പറഞ്ഞിങ്ങനെ പറയാം. അപ്പം അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണവും കാര്യങ്ങളും, അതുപോലെ അലീന ഇപ്പോൾ അവിടുത്തെ എല്ലാമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും, വൈജയുടെ സമാധാനവും ഉറക്കവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളും രാത്രികളും ദിവസങ്ങളും എണ്ണി തീർത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതും ഒക്കെ കാണിച്ചുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ, എല്ലാവരും കാത്തിരുന്ന് കാണണേ. ഇതിനിടയിൽ നമ്മുടെ അലീന ഇനി മനുവിനെ വിളിച്ചിട്ട് വല്യപ്പച്ചൻ വന്നതും വല്യപ്പച്ചൻ നമ്മുടെ അലീനെ അംഗീകരിച്ചതും പിന്നെ അവിടെ നടന്ന കാര്യങ്ങളും ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനുവിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അലീന ഇപ്പോൾ ഒരു എന്നാ പറയുന്നത്, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.